ഹായ്, കുറച്ച് നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ കുറച്ച് നേരമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഐ ആം വെയിറ്റിംഗ് ഫോർ 2 hours, ഐ ആം സ്റ്റഡിയിങ് ഫോർ 3 hours, അല്ലെങ്കിൽ ഐ ആം സ്റ്റഡിയിങ് സിൻസ് 2 o'clock എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ തെറ്റാണ്. ഇത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമ്മൾക്ക് ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെൻസ് നമുക്ക് പരിചയപ്പെടാം. ആ ടെൻസിൻ്റെ പേരാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നോക്കൂ, നിങ്ങൾ കുറച്ചു നേരമായിട്ട് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ്, അല്ലെ സിൻസ് എന്ന് ഉപയോഗിക്കുമ്പോൾ ഇത്ര മണി മുതൽ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിൻസ് പറയുക. അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ടൈം, ഇത്ര മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു, ഇത്ര മണിക്കൂറായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഫോറും പറയുക. അപ്പോൾ ഇവിടെ ഇത്ര മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്ര മണിക്കൂറായി ഞാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയാൻ ഈ ഉപയോഗിക്കുന്ന രണ്ട് ടൂളുകൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഒന്ന് സിൻസ്, മറ്റൊന്ന് ഫോർ. തുടക്കം പറയണമെങ്കിൽ സിൻസും എത്ര എമൗണ്ട് ഓഫ് ടൈം പറയണമെങ്കിൽ നമ്മൾ ഫോറും ഉപയോഗിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. രണ്ട്, നമ്മൾ പറയുന്നത് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ എന്നുള്ളതാണ്. ഒരാൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഹാസ് ഉപയോഗിക്കുക, ഒന്നിൽ കൂടുതൽ ആളാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ഹാവും ഉപയോഗിക്കുക. ആദ്യം നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ആളുകൾ അവരെ പറയുക. ഒരാളാണെങ്കിൽ ഐ, ഒന്നിൽ കൂടുതലാണെങ്കിൽ ദേ, വി എന്ന് പറയാം. ഒരാൾ തന്നെ ഹി, ഷീ എന്ന് നമുക്ക് പറയാം. അതിനുശേഷം ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് പറയുക, എന്നിട്ട് ബീൻ പറയുക. അതിനുശേഷം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വെയിറ്റ് ചെയ്യുന്നതിനുള്ള അതിനുള്ള വാക്ക് പറയുക. അല്ലെങ്കിൽ കളിക്കുവാണെങ്കിൽ കളിക്കുന്നതിനുള്ള പ്ലേ എന്നുള്ള വാക്ക് പറയുക. സ്റ്റഡി ആണെങ്കിൽ പഠിക്കുന്നതിന് സ്റ്റഡി എന്ന് പറയുക. ഇതിനുശേഷം ING ആഡ് ചെയ്യുക. അപ്പം സ്റ്റഡി ആണെങ്കിൽ സ്റ്റഡിയിങ് എന്നാവും, കളിക്കുകയാണെങ്കിൽ പ്ലേ എന്നുള്ളത് ING ചേർക്കുമ്പോൾ പ്ലേയിങ് എന്നാവും. അങ്ങനെ പറയുക. എന്നിട്ട് സിൻസോ ഫോറോ പറയുക. തുടക്കം സമയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ 10 മണി മുതൽ എന്ന് പറയാനാണ് ഉദാഹരണത്തിന് ഉദ്ദേശിക്കുന്നതെങ്കിൽ സിൻസ് 10 o'clock എന്ന് പറയുക. ഇപ്പം തിങ്കളാഴ്ച മുതൽ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ സിൻസ് മൺഡേ എന്ന് പറഞ്ഞാൽ മതി. ഫോർ 2 hours, 2 മണിക്കൂറായിട്ട്, 2 ദിവസമായിട്ട് ഫോർ 2 days, 2 ആഴ്ചയായിട്ട് ഫോർ 2 weeks, 2 വർഷമായിട്ട് ഫോർ 2 years, അങ്ങനെ പറയാം. അങ്ങനെയാണ് ഫോറും സിൻസും ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറയുകയാണ്, ഞാൻ 2 മണിക്കൂറായിട്ട് ബസ് കാത്തു നിൽക്കുവാണ്. അപ്പം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുവാണ്. എന്തോ സ്ട്രൈക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതുകൊണ്ട് ബസ് വരുന്നില്ല. അപ്പം അവരുടെ ഒരു സുഹൃത്ത് വന്നു, എന്താ ബസ് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുവാണ്, ഞാൻ 2 മണിക്കൂറായിട്ട് ബസ് കാത്തു നിൽക്കുവാണ്. അതെങ്ങനെ പറയുന്നത്? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ 2 hours. മൊത്തം സമയമാണ് ഇവിടെ പറയുന്നത്, 2 മണിക്കൂറായിട്ട്. അപ്പോൾ ഫോർ 2 hours. ഞാൻ കൊറിയർ വരാൻ വേണ്ടിയിട്ട് 2 ദിവസമായിട്ട് കാത്തിരിക്കുകയാണ്. കൊറിയറുകാരൻ എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷേ കൊറിയർ കൊണ്ടുവരുന്നില്ല. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കൊറിയർ വെയിറ്റ് ചെയ്യുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ കൊറിയർ ഫോർ 2 days. ഞാൻ തിങ്കളാഴ്ച മുതൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. അപ്പോൾ തിങ്കളാഴ്ച മുതലേ കാത്തിരിക്കുകയാണ്. നമ്മൾ തുടക്കം പറയുവാണ്, അപ്പോൾ സിൻസ് പറയണം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് സിൻസ് മൺഡേ. ജാനുവരി മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനുവരി മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്നുള്ളതിന് പകരം അവനെന്ന് പറയാം, അവളെന്ന് പറയാം, അവരെന്നും പറയാം. ഇപ്പം അവർ ജാനുവരി മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് എന്നാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വന്നുകൊണ്ട് നമ്മൾ ഹാസ് അല്ല ഹാവ് പറയുക. ദേ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സിൻസ് ജാനുവരി. ജാനുവരി മുതൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനുവരി മുതലേ അവർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എല്ലാവരും ഡോക്ടറെ കാണാൻ പോകാറുണ്ട്. അപ്പോൾ ഡോക്ടർ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല. അപ്പം നമ്മളെ കൂടെ വന്ന ആൾ പറയുകയാണ്, ഞാൻ 9 മണി മുതലേ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഡോക്ടറെ.
അല്ലെങ്കിൽ അവള് 9 മണി മുതൽ ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവളെന്ന് പറയുമ്പോൾ ഒരാളാണ്. അപ്പം നമ്മൾ ഹാവ് ആണോ ഹാസ് ആണോ ഉപയോഗിക്കുക? ഒരാളാകുമ്പോൾ ഹാസ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ഡോക്ടർ ഫോർ 9 മണി മുതലായതുകൊണ്ട് സിൻസ് 9 o'clock എന്ന് പറയണം. മനസ്സിലായി? ഇങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ പഠിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പവർഫുൾ ആയിട്ടുള്ള സംഭവം ചെറിയൊരു ടെൻസ് ആണെങ്കിലും നമ്മൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടെൻസാണ് ഈ ഹാസ് ബീൻ, ഹാവ് ബീനും സിൻസ്, ഫോർ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. ഇത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു എഫേർട്ട് നമ്മൾ എടുക്കുകയാണ്, ഇത്രയും ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര സമയം, അതിനൊരു ഡ്യൂറേഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ ഇത്ര ദിവസം മുതൽ ഇത്ര മണിക്കൂറായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുവാനുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ ഷെയർ ചെയ്യാവുന്നതാണ്.